വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവാണ്. ബംഗാളിൽ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ നിന്നും മുട്ട ഒഴിവാക്കിയ സംഭവമുണ്ടല്ലോ. ഇതിനെതിരെ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. BJP സർക്കാർ സംസ്ഥാനത്ത് സസ്യാഹാരം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് വിമർശനം. ഹിന്ദു സംഘടനയായ ഇസ്കോണിനെ ഉച്ചഭക്ഷണ പദ്ധതി ഏൽപ്പിച്ചതോടെയാണ് മുട്ട ഒഴിവായത്. ശരത് ലാൽ വിവരങ്ങളുമായി ചേർന്നു. ശരത് ലാൽ, മുട്ട ഒഴിവാക്കി പകരം പനീറും രാജ്മയും സോയയും ഒക്കെ കുട്ടികൾക്ക് നൽകാനാണ് ഇസ്കോണിന്റെ തീരുമാനം. എന്നാൽ ബംഗാളിലെ ഭക്ഷണ സംസ്കാരത്തെ BJP ഇല്ലാതാക്കുന്നുവെന്ന് തൃണമൂലും കോൺഗ്രസും അടക്കമുള്ളവർ ആരോപിക്കുന്നു. അതിന് ഇസ്കോണിന്റെ പ്രതിരോധമുണ്ട്. അതിന് ഇസ്കോൺ പറയുന്ന പ്രതിരോധം എന്ന് വെച്ചാൽ മുട്ടയിൽ നിന്ന് മാത്രമേ പോഷകം കിട്ടുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ പരത്താൻ ഇത്രയും കാലം അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പം നിലവിലെ ഈ മുട്ട വിവാദം ബംഗാളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തൃണമൂലും കോൺഗ്രസും ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരത്ത്? ശ്രീലക്ഷ്മി, ബംഗാളിലെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഈ മുട്ട മത്സ്യ വിവാദങ്ങളിൽ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. കാരണം BJP അധികാരത്തിൽ വന്നാൽ മത്സ്യവും മാംസവും ബംഗാളികൾ ഭക്ഷണത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന ഒരു ആരോപണമായിരുന്നു തൃണമൂൽ ശക്തമായി ഉന്നയിച്ചിരുന്നത്. ഇതിനെതിരെ BJP മന്ത്രിമാരടക്കം മത്സ്യം കഴിക്കുകയും ബംഗാളിൻ്റെ ഭക്ഷണം ഞങ്ങളുടെ ഭക്ഷണമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെയൊക്കെ മാറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ആ അവസരം, അതായത് ഹരേകൃഷ്ണ പ്രസ്ഥാനമായ ഇസ്കോണിന് ഉച്ചഭക്ഷണത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയുടെ കരാർ പദ്ധതി നടത്തിപ്പിൻ്റെ ചുമതല ഹരേകൃഷ്ണ പ്രസ്ഥാനമായ ഇസ്കോണ് നൽകുന്നു. ഇസ്കോണായിട്ട് പൂർണ്ണമായും വെജിറ്റേറിയനാണ്, സസ്യഭോജികളാണ്. അതുകൊണ്ട് അവർക്ക് ആ സന്യാസി സമൂഹത്തിന് വെജിറ്റേറിയൻ മാത്രമേ നൽകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഉച്ചഭക്ഷണ മെനുവിൽ നിന്ന് മുട്ട ഒഴിവായത്. ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുന്നത്. കാരണം BJP തങ്ങളുടെ വെജിറ്റേറിയനിസം BJP തങ്ങളുടെ ഭക്ഷണക്രമം വെജിറ്റേറിയനിസം ബംഗാളിൽ എത്തിക്കുന്നു. ബംഗാൾ മത്സ്യം കഴിക്കുന്ന നാടാണ്. ഇതാണ് തങ്ങൾ നേരത്തെ പറഞ്ഞത് എന്നാണ് തൃണമൂൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു വലിയ വിവാദമായി അത് ഇപ്പോൾ ബംഗാളിൽ തുടരുന്നു. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, അതാണ് ഇസ്ക. ഈ ഇസ്കയാണ് ഇപ്പോൾ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാൻ, കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ BJP സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു പിള്ളേർക്ക് മുട്ട കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മുട്ടയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പനീറും രാജ്മയും അതേപോലെ സോയയും ഒക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ചേർക്കാൻ ഇസ്കോൺ തീരുമാനിച്ചു. ഇസ്കോൺ